അങ്ങനെ വൈകുന്നേരത്തെ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പോയി ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചപ്പോഴാണ് കേട്ടോ ഒരു ചാക്ക് സാധനം ഇവിടെ വന്നത്. അങ്ങനെ എവിടെന്നെങ്കിലും വന്നതൊന്നുമല്ല കേട്ടോ, കുഞ്ഞാക്ക കൊണ്ടുവന്നതാണ്. നമ്മളധികം ഒരു മാസത്തിനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ അധികം വാങ്ങിച്ചു വെക്കാറ്. അത് അധികം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴാണ് വാങ്ങിക്കാറുള്ളത്. ഇതിപ്പോൾ കുഞ്ഞാക്കാൻ്റെ വകയായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ബാത്റൂം ക്ലീനർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ബെർമിസെൽ ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പുമാവിൻ്റെ, പിന്നെ നമ്മുടെ ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു. ഈ ഒരു തണുപ്പത്തെ തൊണ്ടവേദനക്ക് ചുക്ക് കാപ്പി മസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതാ കടല ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ മിക്ക സാധനങ്ങളും നമുക്ക് നോമ്പിനൊക്കെ ഏകദേശം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാ പേസ്റ്റ്, സോപ്പ്, ആ വക ഐറ്റംസ് ഒക്കെയാണ്. എന്തൊക്കെ സാധനം കൊടുത്താലും നമ്മുടെ അജ്മിൻ്റെ പുട്ടുപൊടി അത് നമുക്ക് മസ്റ്റാണ് കേട്ടോ. കാരണം പെട്ടെന്നൊക്കെ നമുക്ക് കടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുട്ടുപൊടിയാണല്ലേ. ഈ ഒരു പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കി കഴിച്ചാലേ പിന്നെ വേറെ ഏത് പൊടിയും കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പുട്ട് ഇഷ്ടാവില്ല, കാരണം അത്രയും സോഫ്റ്റ് ആണല്ലേ ഇത്. പിന്നെ ഞങ്ങൾ കാലങ്ങളായിട്ട് വാങ്ങിക്കുന്ന പ്രിൻസിന്റെ ആട്ടയാണ് കേട്ടോ. അധികം നമ്മൾ ഇതന്നെയാണ് വാങ്ങിക്കാറുള്ളത്. മറ്റുള്ള പൊടികളൊന്നും ഇവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല കേട്ടോ. നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മലബാറിന്റെ സാധാ അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ അധികം പത്തിരി ഉണ്ടാക്കാറുള്ളത്. നമ്മൾ അരി പൊടിച്ചിട്ട് ആ ഒരു പൊടിയും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇവർക്കൊന്നും പറ്റുന്നില്ല. അതായത് അരി വെയിലത്തിടുമ്പോൾ അതിന്റെ ഒരു സ്മെല്ല് വരുമല്ലോ, അത് ഇവർക്ക് തീരെ പറ്റൂല. പിന്നെ അതിന്റെ ഇടയിൽ നമ്മുടെ പുറത്ത് താത്ത ഉമ്രക്കൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുട്ടായും സംസങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇവിടെ അങ്ങനെ ഷെയർ ചെയ്യായിരുന്നു ഇതിൻ്റെ ഇടയിൽ. ഈ വക ഐറ്റംസ് ഒക്കെ ആരെങ്കിലൊക്കെ തന്നാൽ അതും ഗൾഫിൽ നിന്ന് കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഭയങ്കര പൊലിവായിരിക്കില്ലേ. കിട്ടുമ്പോൾ നമുക്ക് കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ എന്നാലും ചെറുതാണെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കൂടുതൽ കബോർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാതും ഇതുപോലുള്ള ഡബ്ബയിലാക്കി വെക്കാറാണ് കേട്ടോ. ഇത് മോറി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലാണ്ട് എടുത്ത് വെച്ചാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ ഈ ഒരു പുട്ടുപൊടി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മുടെ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ അജ്മിൻ്റെ പുട്ടുപൊടി എന്ന് പറയുന്നത്. കാരണം അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അന്ന് ഭയങ്കര സന്തോഷമാണ്. പെട്ടെന്ന് കടിയൊക്കെ ആവുമല്ലോ അത് വിചാരിച്ചിട്ട്. അങ്ങനെ അതിൽ നോക്കുമ്പോൾ അതിലെല്ലാതും കൂടെ കൊള്ളുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അടുത്ത ഡബ്ബ എടുത്തിട്ട് അതിലോട്ട് ബാക്കിയൊക്കെ ഇട്ടു. നമ്മൾ സാധാ എടുക്കുന്നതൊക്കെ ഇതിലോട്ടാണ് കേട്ടോ ഇടാറുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ഭദ്രമായിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ കുത്തി നിറച്ചിട്ടോ. പിന്നെ നോക്കുമ്പോൾ ഇതിലും നമ്മുടെ സംഭവങ്ങളൊന്നും കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ അടുത്തൊരു ഡബ്ബ എടുത്തിട്ട് അതിലും കൂടെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ഇല്ലെങ്കിൽ കാണായിരുന്നു. ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം നമുക്ക് കൂടുതൽ സ്ഥലമുള്ളടത്തും നമുക്ക് സ്ഥലമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ വന്നെത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകെ കുടുങ്ങും കേട്ടോ. കാരണം നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. പിന്നുള്ളൊരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ഇതിലും നല്ലൊരു സൗകര്യമുള്ള വീട് ഉണ്ടാകാൻ പോകുകയാണല്ലോ. അപ്പോൾ അതിന് നമുക്ക് എത്ര വേണമെങ്കിലും ക്ഷമിക്കും സഹിക്കും ഒക്കെ ചെയ്യാതെ. ഇത് നമ്മൾ ഡയറക്റ്റ് മില്ലിൽ നിന്ന് പൊടിച്ച പൊടി മില്ലിൽ തന്നെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ കണ്ണ് മുന്നിലിട്ടിട്ട് പൊടിച്ചിട്ട് അവിടുന്ന് വാങ്ങിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് വെളിച്ചെണ്ണ കേട്ടോ. നല്ല ശുദ്ധമായിട്ട് ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ്. അങ്ങനെ മല്ലിപ്പൊടിൻ്റെ മുളക് പൊടിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ വേണം. അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് മഞ്ഞൾ ഉണക്കി വെച്ചിട്ടുണ്ട്, അത് പൊടിക്കാനുണ്ട് കേട്ടോ നോമ്പൊക്കെ ആകുമ്പോൾ. പിന്നെ ഈ മല്ലി മുളകൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് പൊടിച്ചൂടെ എന്ന് പറയും. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ ഉണക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ താൽക്കാലികമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ അത് ആദ്യം ഇട്ട് വെച്ചിരുന്ന കുറച്ച് ഡബ്ബകളൊക്കെ മോറാനുണ്ട് കേട്ടോ, കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത സാധനങ്ങൾ വരുമ്പോൾ ഇട്ട് വെക്കാൻ പാത്രങ്ങൾ വേണമല്ലോ. പിന്നെ നമ്മൾ നോമ്പൊക്കെ വരുന്ന ഒരു ടൈമിൽ കുറേ കടലാപ്പയർ, മമ്പയർ, വെള്ളപ്പയർ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊന്നും ഞാൻ വാങ്ങി വെക്കാറില്ല കേട്ടോ. കുറേ ഒന്നും വാങ്ങി വെക്കാറില്ല. അന്നാണ് നമുക്ക് വേണ്ടത് അന്നാണ് വാങ്ങിക്കാറാണ് കേട്ടോ. പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി അതൊക്കെ വാങ്ങും. പെട്ടെന്നൊക്കെ കേട് വരുന്ന സാധനങ്ങൾ അതൊക്കെ ഞാൻ അന്നാന്നൊക്കെ വാങ്ങിക്കാറാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു പേരക്കട്ടോ. ഈ ഒരു വലിയ പേരക്ക ഭയങ്കര ടേസ്റ്റാണ്. നല്ല കൂടുതൽ മധുരമൊന്നും ഇല്ലെങ്കിലും നമുക്ക് വെറുപ്പ് ഉണ്ടാവില്ല കേട്ടോ. അതായത് കഴിച്ചാൽ മടുക്കൂല അങ്ങനത്തെ സംഭവമാണ് കേട്ടോ ഈ ഒരു അടക്കാപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അലക്കലിക്കടാണ് കേട്ടോ. ബോട്ടിലിൽ ഉള്ളത് വാങ്ങിക്കുന്നതിനേക്കായി നമുക്ക് ഈ ഒരു പാക്കറ്റിൽ ഉള്ളതാണ് കേട്ടോ ലാഭം. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ.